ഭാരതത്തെപ്പറ്റി ചിന്തിക്കുന്ന സ്വയം സേവകർക്ക് ഈ ഭാരതമാതാവിൻ്റെ ശരീരം കേവലമൊരു ജഡമായ ഭൂമി മാത്രമല്ല, വടക്കേ അറ്റത്ത് തപം ചെയ്യുന്ന ഹിമാലയത്തിലെ കൈലാസത്തിലെ പരമേശ്വരനും തെക്കേ അറ്റത്ത് പരമേശ്വരനെ പ്രാപിക്കാൻ തപം ചെയ്യുന്ന കന്യാകുമാരി ദേവിയും എന്നുള്ളത് ജീവസുറ്റ ഒരു യോഗ ശരീരത്തെയാണ് സ്വയം സേവകർ കാണുന്നത്. അതിൽ ഏറ്റവും ശക്തിമത്തായി നിലകൊള്ളുന്നതായ ചൈതന്യവിശേഷം അത് ഭാരതത്തിൻ്റെ മുഴുവൻ പ്രാണനായ ആ ശിവചൈതന്യമാണ്. കൈലാസത്തിൽ നിന്ന് ഉറഞ്ഞ് ഒഴുകുന്ന, ഭാരതം മുഴുവൻ വ്യാപിക്കുന്ന ഗംഗ, ഹിമാലയത്തിൽ നിന്ന് പ്രവഹിക്കുന്നതായ ഗംഗ, അത് കേവലമൊരു ജലപ്രവാഹമല്ല, അത് പരമേശ്വരൻ്റെ ശിരസിൽ നിന്നൊഴുകുന്ന അനുഗ്രഹപ്രവാഹമാണ്. ആ ഗംഗാനദിയുടെ പ്രവാഹം ഭാരതത്തിലെ ഓരോ മണൽത്തരികളെയും ശൈവശക്തി കൊണ്ട് ആറാടിക്കുന്നു. ശിവൻ്റെ താണ്ഡവം എന്നത് കേവലം ഒരു കൽപ്പിതമായ കഥയല്ല, എന്തും ചെയ്യാൻ പോന്ന ഭാരതത്തിൻ്റെ കർമ്മശേഷിയുടെ പ്രതീകമാണ് പരമേശ്വരൻ്റെ താണ്ഡവം. അതുകൊണ്ട് മുൻകാലങ്ങളിലുണ്ടായ കടന്നുകയറ്റങ്ങളും വെല്ലുവിളികളും നമ്മെ അടിമമാക്കാനുള്ള ശ്രമങ്ങളും നമ്മളെ ആശയങ്ങളെ മുഴുവൻ നശിപ്പിക്കുവാനുള്ള പരിശ്രമങ്ങളും ഇതെല്ലാം ഭാരതം നേരിട്ടതും പരാജയപ്പെടുത്തിയതും ആ പരമേശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടാണ്, ശിവശക്തികളുടെ അനുഗ്രഹം കൊണ്ടാണ് എന്ന് സ്വയം സേവകർ വിശ്വസിക്കുന്നു. ആ ശിവതാണ്ഡവത്തിൻ്റെ സ്പന്ദനങ്ങളാണ് ഈ നാടിൻ്റെ വ്യക്തിത്വത്തിൻ്റെ സ്പന്ദനങ്ങൾ എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അത്തരമൊരാശയം നിറഞ്ഞു നിൽക്കുന്ന വരികളാണ് ഈ ഗീതത്തിൻ്റെ ആരംഭത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഉയർന്നു വീരകാഹളം യുഗങ്ങളായി മണ്ണിലാൻ, നിറഞ്ഞ ഹിന്ദു ഗൗരവം മുഴക്കുമാത്മഗർജനം, പ്രചണ്ഡ ശൈവ താണ്ഡവം പ്രപഞ്ച സർഗകാരണം, ഉണർന്നെണീറ്റു ഹൈന്ദവം ഉണർന്നെണീറ്റു ഭാരതം, ഉണർന്നെണീറ്റു ഹൈന്ദവം ഉണർന്നെണീറ്റു ഭാരതം. ഭാരതത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, ഹൈന്ദവ ദർശനങ്ങളുടെയും ഹൈന്ദവ സമൂഹത്തിൻ്റെയും ഉണർത്തെഴുന്നേൽപ്പ്, അത് കേവലമൊരു ജനസമൂഹത്തിൻ്റെ സ്വാതന്ത്ര്യം നേടലല്ല, ലോകത്തിന് മുഴുവൻ ശാന്തി നൽകുവാനുള്ള ഭാരതത്തിൻ്റെ കർത്തവ്യ നിർവഹണത്തിനുള്ള തയ്യാറെടുപ്പാണ് എന്നാണ് സ്വയം സേവകർ കരുതുന്നത്. ഡോക്ടർജിയും സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപേ തന്നെ കോൺഗ്രസിൻ്റെ നാഗ്പൂർ സമ്മേളനത്തിൽ അവതരിപ്പിക്കാനുള്ള പ്രമേയം, അതിൻ്റെ കരട് രൂപം തയ്യാറാക്കിയപ്പോൾ ഈ ലോകത്തിലെ മറ്റ് അടിമകളായ രാജ്യങ്ങളെ മുഴുവൻ മോചിപ്പിക്കുവാനുള്ള കർത്തവ്യം ഭാരതത്തിനുണ്ട് എന്ന് ഉള്ള ആശയം അദ്ദേഹം പങ്കുവച്ചിരുന്നു. അപ്പോൾ ഭാരതമെന്ന രാഷ്ട്രം നിലകൊള്ളുന്നത്, ഭാരതമെന്ന രാഷ്ട്രം ഉണർന്നു വരുന്നത് ലോകത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ്. അത് പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സർഗശക്തികളെ ഉണർത്താൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഹൈന്ദവ ഉണർവ് എന്നുള്ളത് കേവലം ഹിന്ദുക്കളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല, ലോകത്തിൻ്റെ തന്നെ സർഗശക്തിയെ സംരക്ഷിക്കാനാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതാണ് ഹിന്ദുക്കൾ ഉണർന്നു വരുമ്പോൾ ഉണ്ടാകുന്നതായ വീരകാഹളം. അത് ലോകത്തിന് സമാധാനം നൽകുന്നതും ആശ്വാസം നൽകുന്നതുമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. ജയപതാക ഏന്തി നിൽപ്പു മുന്നിലായി ഹിമാലയം, പടഹമാഞ്ഞടിച്ചിടുന്നു സാഗരം നിരന്തരം, പതറിടാത്ത പദവും ആത്മധൈര്യവും ത്രസിക്കുവോ, അണിനിരന്നണഞ്ഞിടുന്നനേക കോടി സൈനിക, അണിനിരന്നണഞ്ഞിടുന്നനേക കോടി സൈനിക, പവിത്രമായ മണ്ണിനെ ഇതിൻ ചരിത്രശുദ്ധിയെ, ഇതിൽ കുരുത്തു പന്തലിച്ച സംസ്കൃതി തുടിപ്പിനെ,
കരളറിഞ്ഞു കരമറിഞ്ഞു കാത്തിടാൻ ദൃഢവ്രതം ഉറുതിയായെടുത്തു ഞങ്ങൾ നവയുഗ പ്രവർത്തകർ. ഉറുതിയായെടുത്തു ഞങ്ങൾ നവയുഗ പ്രവർത്തകർ. സംഘത്തിൻ്റെ സ്വയംസേവകർ ഒരു വ്രതം സ്വീകരിച്ചവരാണ് ജീവിതത്തിൽ. എന്താണ് ആ വ്രതം? ആ വ്രതം ഈ നാടിൻ്റെ സംസ്കൃതി തുടിപ്പിനെ, സംസ്കൃതിയുടെ സ്പന്ദനങ്ങളെ, അതിനെ നിലനിർത്തേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. ആ സംസ്കൃതിയുടെ പ്രവാഹത്തിൻ്റെ ശക്തിയിൽ, ആ സംസ്കൃതിയുടെ വെളിച്ചത്തിൻ്റെ പ്രഭയിൽ ലോകത്തിന് മുഴുവൻ വഴികാട്ടാനുള്ള കർത്തവ്യം നമുക്കുണ്ട് എന്ന് സ്വയംസേവകർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ നാടിൻ്റെ പവിത്രമായ ചരിത്രത്തെ, ഒരു വിദേശിക്കും നശിപ്പിക്കാൻ കഴിയാത്ത ഈ നാടിൻ്റെ ചാരിത്ര ശുദ്ധിയെ, എല്ലാവരുടെയും കുൽസിതങ്ങളായ ശ്രമങ്ങൾക്ക് നടുവിലും വളർന്നു പന്തലിച്ച ഈ നാടിൻ്റെ സംസ്കൃതിയുടെ ബീജങ്ങളെ എല്ലാം തന്നെ സംരക്ഷിക്കേണ്ട കർത്തവ്യമാണ് നമുക്കുള്ളത് എന്ന് സ്വയംസേവൻ വിശ്വസിക്കുന്നു. അത്തരമൊരു കർത്തവ്യം നിർവഹിക്കുന്നതിന് അവന് പ്രേരണ എന്താണ്? അതാണ് വരികളിൽ പറയുന്നത്. ജയപതാക ഏന്തി നിൽപ്പു മുന്നിലായി ഹിമാലയം, പടഹമാഞ്ഞടിച്ചിരുന്നു സാഗരം നിരന്തരം. പതറിടാത്ത പദവും ആത്മധൈര്യവും ത്രസിക്കുവോർ അണിനിരന്നണഞ്ഞിടുന്ന അനേക കോടി സൈനികർ. ഈ കോടിക്കണക്കിന് സമർപ്പിതരായ പ്രവർത്തകന്മാർ സംഘത്തിൻ്റെ ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടി സഞ്ചരിക്കുമ്പോൾ തലയുയർത്തി നിൽക്കുന്ന ഹിമാലയത്തിന് മുകളിൽ പാറിപ്പറക്കുന്ന തങ്ങളുടെ വിജയപതാക അവൻ ഭാവനയിൽ കാണുന്നു, സ്വപ്നം കാണും. ഈ ഭാരതത്തിൻ്റെ തെക്കേ അറ്റത്ത് അലയടിക്കുന്ന ഹിന്ദു മഹാസാഗരം, അതും നമുക്ക് പ്രേരണ നൽകുന്ന ഗീതങ്ങളാണ് പാടുന്നത്. പ്രേരണാദായകങ്ങളായ ശബ്ദങ്ങളെയാണ് സൃഷ്ടിക്കുന്നത് എന്ന് സ്വയംസേവകൻ ആ നിരന്തരമായ കടലിൻ്റെ പടഹധ്വനിയെ തങ്ങളുടെ കുതിച്ചുപോക്കിനുള്ള പടഹധ്വനിയായി കാണുകയാണ്. അതുകൊണ്ട് വടക്കേയറ്റത്ത് ഉയർന്നു നിൽക്കുന്ന ഹിമവാന്റെ ശിരസ്സിലെ കാവ്യപതാക തങ്ങൾക്ക് വഴികാട്ടുന്നത് പോലെ തന്നെ ആ മുന്നോട്ടുള്ള സഞ്ചാരത്തിന് പടഹധ്വനിയായി ഹിന്ദു മഹാസാഗരത്തിൻ്റെയും സിന്ധുസാഗരത്തിൻ്റെയും ഗംഗാസാഗരത്തിൻ്റെയും കടൽ വീജികളിലെ ശബ്ദം അത് തങ്ങൾക്ക് പ്രേരണാദായകമാണെന്ന് അവൻ സങ്കല്പിക്കുകയാണ്. ദേഹദേഹിയായി ദിവ്യഭാവമാർന്ന മണ്ണിനെ, യുഗങ്ങൾ തൻ തപസ്സിനാൽ പവിത്രമായ മണ്ണിനെ, അമ്മയായി പരാത്മശക്തി ഭാവമാകുമമ്പയാൻ കണ്ടു കൈവണങ്ങിടുന്ന ഭക്തർ മുക്തരാണു നാം. കണ്ടു കൈവണങ്ങിടുന്ന ഭക്തർ മുക്തരാണു നാം. വന്ദേമാതര ഗാനം ബങ്കിമചന്ദ്രൻ പാടിയപ്പോൾ ആ ബങ്കിമചന്ദ്രൻ്റെ കൃതിക്ക് ഭാരതവ്യാപകമായി ഇത്രയും സ്വാധീനമുണ്ടായത് ഭാരതത്തിൻ്റെ ഹൃദയത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ഏറ്റവും മഹത്തരമായൊരു ദർശനം ആ വരികളിൽ ഒളിഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഈ ഭാരതമാതാവ് എന്നുള്ള അമ്മ, അത് ജഗജ്ജനനിയായ സർവേശ്വരി തന്നെയാണ്, കാളിയാണ്, ഉമയാണ്, സരസ്വതിയാണ് എന്നുള്ള ഭാവന പണ്ട് മുതലേ നമ്മുടെ ഭാരതത്തിലുണ്ട്. അതുകൊണ്ട് ഈ ഭാരതമെന്ന മണ്ണ് ദേഹമാണെങ്കിൽ ആ മണ്ണിൻ്റെ ചൈതന്യമായി നിൽക്കുന്നതായ ദേഹി അത് പ്രപഞ്ചവിധാതാവായ സർവേശ്വരി തന്നെയാണ്, മഹാദേവി തന്നെയാണ്. അതുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടിക്കും നിലനിൽപ്പിനും സംഹാരത്തിനും കാരണമാകുന്നതായ ആ ശക്തി, പ്രപഞ്ചശക്തി, ദേവി, മഹാമായ മഹാശക്തി, ആ ശക്തി തന്നെയാണ് ഈ ഭാരതമായി വിളങ്ങുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഈ ഭാരതമെന്ന ശരീരത്തിൻ്റെ, ദേഹത്തിൻ്റെ ദേഹിയായി വർത്തിക്കുന്നത് പ്രപഞ്ചമാതാവായ മഹാശക്തിശാലിയായ അമ്മ തന്നെയാണ്. അതുകൊണ്ട് പരാശക്തിയായ ആ അമ്മ, പരാംബികയായ ആ അമ്മ, ആ അമ്മയെ കണ്ട് കൈവണങ്ങാനാണ് ഞങ്ങൾ ഈ സഞ്ചാരം തുടരുന്നത്. ആ അമ്മയുടെ സ്വാതന്ത്ര്യത്തോടു കൂടിയ, അമ്മയുടെ സമൃദ്ധിയോടുകൂടിയ,
ലോകത്തിന് മുഴുവൻ ആശ്വാസം നൽകുന്ന എല്ലാവിധ പുരോഗതിയും നേടിയ ഒരു ഭാരതമാതാവ്, അത് നമ്മുടെ സങ്കല്പമാണ്. ആ ഒരു ജഗജ്ജനനിയായ ഭാരതമാതാവിനെ കണ്ട് കൈകൂപ്പാനുള്ള ഭക്തരാണ് ഞങ്ങൾ എന്ന് സ്വയംസേവർ സ്വയം ചിന്തിക്കുകയാണ്. അതുകൊണ്ട് ഭാരതദേശം എന്നത് കേവലം ഒരു മണ്ണല്ല, ആ ദേശത്തിനുള്ളിൽ ദേഹിയായി നിൽക്കുന്ന, ആ ദേഹത്തിനുള്ളിൽ ദേഹിയായി നിൽക്കുന്നത് പ്രപഞ്ചമാതാവായ അംബിക തന്നെയാണ്. ആ അംബികയുടെ അഭയവരത ഹസ്തങ്ങളിലൂടെ ലോകത്തിന് എല്ലാവിധ ശാന്തിയും സമൃദ്ധിയും നൽകാനുള്ള ആ അമ്മയുടെ ശക്തിയെ ഞങ്ങൾ കൈകൂപ്പി ഭക്തന്മാരായി വണങ്ങുകയാണ് എന്ന് നമ്മൾ കരുതുകയാണ്. അതാണ് ഈ വരികളിലൂടെ നമ്മൾ പാടുന്നത്. പരമമായ വൈഭവത്തിലിപ്പുരാണ പുണ്യമാം ധരണിയെ നയിക്ക ജന്മലക്ഷ്യമായെടുത്തവർ അകലെ വാനിലാശിഷം ചൊരിഞ്ഞു നിൽപ്പു പൂർവിക അവരിൽ നിന്നും ഊർജമാർന്നു നീങ്ങിടും നിരന്തരം, അവരിൽ നിന്നും ഊർജമാർന്നു നീങ്ങിടും നിരന്തരം. ഹിന്ദുക്കളുടെ ദർശനത്തിൽ പൂർവികരായ ഋഷീശ്വരന്മാരുടെയും പൂർവികരായ വീരപുരുഷന്മാരുടെയും അനുഗ്രഹങ്ങൾ നമ്മുടെ കഠിനമായ രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനത്തിന് ഒരു കവചമാണ് എന്ന് നമ്മൾ വിശ്വസിക്കാറുണ്ട്. അവരുടെ ജീവിതകാലം മുഴുവൻ ഈ രാഷ്ട്രത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടി സമർപ്പിച്ചതായ ജീവിതത്തിൻ്റെ തപസ്, ആ തപോബലം അനുഗ്രഹമായി ആശിസ്സായി ഇന്ന് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകരിലേക്ക് പ്രവഹിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഒരു വിശ്വാസമാണ്. അതുകൊണ്ട് ഈ നാടിനെ പരമമായ വൈഭവത്തിലേക്ക് എത്തിക്കാനായി അനവധി തലമുറകളായി പ്രവർത്തിച്ച നമ്മുടെ പൂർവികന്മാരുടെ ആഗ്രഹങ്ങൾ, അവരുടെ തപസ്, അവരുടെ ഇച്ഛ, അവരുടെ സങ്കല്പം, അത് നമുക്ക് ഇന്ന് ആശിസ്സായി തന്നെ വർത്തിക്കുന്നുണ്ട്, അനുഗ്രഹമായി വർത്തിക്കുന്നുണ്ട് എന്ന് നമ്മൾ കാണുകയാണ്. അകലെ അകലെ ആകാശത്തിൽ നമ്മുടെ പൂർവികന്മാരുടെ ആശിസ്സുകൾ നമുക്ക് കാണത്തക്കവണ്ണം ഊർജമായി പെയ്തിറങ്ങുന്നത് സ്വയംസേവൻ അനുഭവിക്കുകയാണ്. അതുകൊണ്ട് രാഷ്ട്രനിർമ്മാണ പ്രവർത്തനത്തിന് ആവശ്യമായ സമാജ സംഘടനാ പ്രവർത്തനം, ധർമ്മോദ്ധാരണ പ്രവർത്തനം കണ്ടകാകീർണമായ മാർഗത്തിലൂടെ നമ്മൾ പ്രവർത്തിച്ച് മുന്നേറുമ്പോൾ അതിനെല്ലാം സഹായമായി വർത്തിക്കുന്നത് നിരവധി തലമുറകളായി രാഷ്ട്രത്തിന് വേണ്ടി ജീവിച്ച തങ്ങളുടെ പൂർവികന്മാരുടെ എല്ലാം ആശിസ്സുകൾ അകലെ ആകാശത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അവരുടെ മുഴുവൻ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് ഊർജ്ജശക്തിയായി പ്രവഹിച്ചിറങ്ങുന്നുണ്ട് എന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് സ്വയംസേവകൻ ഈ വീരകാഹളം മുഴക്കി മുന്നോട്ട് പോകുന്നത്. ഉയർന്നു വീരകാഹളം യുഗങ്ങളായി മണ്ണിലായി നിറഞ്ഞ ഹിന്ദു ഗൗരവം മുഴക്കുമാത്മഗർജനം പ്രചണ്ഡ ശൈവ താണ്ഡവം പ്രപഞ്ച സർഗകാരണം ഉണർന്നെണീറ്റു ഹൈന്ദവം ഉണർന്നെണീറ്റു ഭാരതം ഉണർന്നെണീറ്റു ഹൈന്ദവം ഉണർന്നെണീറ്റു ഭാരതം ജയപതാക ഏന്തി നിൽപ്പു മുന്നിലായി ഹിമാലയം പടഹമാഞ്ഞടിച്ചിടുന്നു സാഗരം നിരന്തരം പതറിടാത്ത പദവും ആത്മധൈര്യവും ത്രസിക്കുവോ അണിനിരന്നണഞ്ഞിടുന്നനേക കോടി സൈനിക അണിനിരന്നണഞ്ഞിടുന്നനേക കോടി സൈനിക പവിത്രമായ മണ്ണിനെ അതിൻ ചരിത്രശുദ്ധിയെ ഇതിൽ കുരുത്തു പന്തലിച്ച സംസ്കൃതി തുടിപ്പിനെ കരളറിഞ്ഞു കരമറിഞ്ഞു കാത്തിടാൻ ദൃഢവ്രതം ഉറുതിയായെടുത്തു ഞങ്ങൾ നവയുഗ പ്രവർത്തക ഉറുതിയായെടുത്തു ഞങ്ങൾ നവയുഗ പ്രവർത്തക ജ്വലിച്ചിടുന്നിതേ വികാര തീവ്രഭാവമങ്ങളിൽ പതിച്ചിടത്തെ ജീവിതം സ്വമാതൃഭൂപഥങ്ങളിൽ
ഇതൊന്നു കർമ്മമൊന്നു ധർമ്മമൊന്നു കർമ്മമുക്തിയായി കരുതി ധ്യേയവീതിയിൽ നിരന്തരം ചരിക്കുവോ, കരുതി ധ്യേയവീതിയിൽ നിരന്തരം ചരിക്കുവോ. ദേഹദേഹിയായി ദിവ്യഭാവവാർന്ന മണ്ണിനെ, യുഗങ്ങൾ തൻ തപസ്സിനാൽ പവിത്രമായ മണ്ണിനെ, അമ്മയായി പരാത്മശക്തി ഭാവമാകുമമ്പയായി കണ്ടു കൈതൊഴുന്നിടുന്ന ഭക്തർ മുക്തരാണു നാം, കണ്ടു കൈവണങ്ങിടുന്ന ഭക്തർ മുക്തരാണു നാം. പരമമായ വൈഭവത്തിൽ ഇപ്പുരാണ പുണ്യമാം ധരണിയെ നയിക്ക ജന്മലക്ഷ്യമായെടുത്തവർ, അകലെ വാനിലാശിഷം ചൊരിഞ്ഞു നിൽപ്പു പൂർവികർ, അവരിൽ നിന്നും ഊർജമാർന്നു നീങ്ങിടും നിരന്തരം, അവരിൽ നിന്നും ഊർജമാർന്നു നീങ്ങിടും നിരന്തരം. ഉയർന്നു വീരകാഹളം യുഗങ്ങളായി മണ്ണിലായി, നിറഞ്ഞ ഹിന്ദു ഗൗരവം മുഴക്കുമാത്മഗർജനം. പ്രചണ്ഡ ശൈവ താണ്ഡവം പ്രപഞ്ച സർഗകാരണം, ഉണർന്നെണീറ്റു ഹൈന്ദവം ഉണർന്നെണീറ്റു ഭാരതം, ഉണർന്നെണീറ്റു ഹൈന്ദവം ഉണർന്നെണീറ്റു ഭാരതം.